ബിഗ് ബോസ് സീസൺ 6 ഇന്ന് വലിയ പണിയൊന്നുമില്ലാത്ത ഒരു ദിനമാണ്. അടുത്ത ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? എനിക്ക് വലിയ കാര്യമായിട്ടുള്ള സംശയങ്ങളൊന്നുമില്ല. ഞാൻ ഉറപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. ഒന്ന്, ജാൻമണി ഇന്നലെ നോറയ്ക്ക് നേരെ കൈയോങ്ങി. വീക്കെൻഡ് എപ്പിസോഡിൽ സ്റ്റാർ ആവാൻ വേണ്ടിയുള്ള ജാൻമണിയുടെ തന്ത്രമാണോ എന്നുള്ളത് അറിയില്ല. രണ്ടാമത്തെ ആൾ അഭിഷേക് ശ്രീകുമാർ. ചിലരോടുള്ള വ്യക്തിവിരോധം കാരണം ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് അധിക്ഷേപിച്ച് അത് തൻ്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചാനൽ പ്രൊമോട്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അഭിഷേക് ശ്രീകുമാറിന് വിമർശനങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, അദ്ദേഹം പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞു. അതൊരു ഡയറക്റ്റ് ചോദ്യമായിട്ട് ചോദിക്കത്തില്ല എങ്കിൽ കൂടെ അദ്ദേഹം ജയിലിലേക്ക് പോകാനായിട്ട് വല്ലാതെ അങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജിൻഡോ നടന്ന വഴികളിൽ കൂടെ നടക്കുകയാണ്. ജിൻഡോ പോയ ഗെയിം പ്ലാനുകളിൽ കൂടെ പോവുകയാണ്. ഒരു പുണ്യാത്മാവിനെ ഫോളോ ചെയ്യുന്നത് പോലെയാണ് സീക്രട്ട് ഏജന്റ് ജിൻഡോനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ജയിലിൽ പോയി കിടക്കണം എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും അത് അങ്ങടേക്ക് ആവശ്യപ്പെടുന്ന, അങ്ങടേക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ സായിക്കും വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആർക്കാണ് വിമർശനങ്ങൾ വരാൻ സാധ്യത? ജിൻഡോയ്ക്ക് ഈ ആഴ്ച വലിയ സാധ്യതകളില്ല. ഇനി ജിൻഡോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇന്നലെ വന്നിരുന്നു. ആ ഒരു ആരോപണം വന്നു. അഭിഷേക് ജയദീപ് വളരെ മാന്യമായിട്ട് തന്നെ ആ ഒരു കാര്യത്തെ പരിഗണിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉറക്കത്തിൽ അറിയാതെ ചെയ്താണെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല. നോറയ്ക്കാണ് വലിയ പ്രശ്നം, നോറാത്തയ്ക്കാണ് വലിയ പ്രശ്നം. നോറാത്ത ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയുള്ള കഠിനമായിട്ടുള്ള ശ്രമങ്ങളിലാണ്. അതും പറഞ്ഞ് നിനക്ക് നിലപാടില്ല, നീ അത് മുന്നിൽ വന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേക് ജയദീപിനെ ഭയങ്കര മോശമായിട്ട് ഇരുന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നതുണ്ട്. അതെന്തൊരു ബോർ പരിപാടിയാണ്. അഭിഷേക് ജയദീപിന് ഉറപ്പില്ല, അദ്ദേഹം ഉറക്കത്തിലാണ്, മറ്റേ ആളും ഉറക്കത്തിലാണ്. അപ്പോൾ അതിനിടയിൽ സംഭവിച്ചു, അത് അങ്ങനെയാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഉറപ്പില്ലാത്തതുകൊണ്ട് അഭിഷേക് ജയദീപ് അതൊരു പ്രശ്നമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പം അതിനകത്ത് നമുക്കും അറിയില്ല, നമ്മൾ വിഷ്വല് കണ്ടിട്ടില്ല, എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ആ ഒരു സമയത്ത് എല്ലാ ആളുകളുടെയും മുൻപിൽ കൊണ്ടുവന്ന ഒരു വലിയ പ്രശ്നമാക്കേണ്ട ഒരു ആവശ്യം അതിൽ നോറയ്ക്ക് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. ഭയങ്കര മാനിപ്പുലേഷൻ തന്നെ. ഈ ഒരു പ്രശ്നത്തെ പരിഗണിക്കാൻ വേണ്ടി അവിടെ വട്ടം കൂടിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, സായി, അതേപോലെ തന്നെ നന്ദന, നോറ, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം നോറ അറിഞ്ഞുകൊണ്ട് കൈവച്ചതാണ് എന്നിങ്ങനെ വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കുന്നു. അവിടെ ജിൻഡോ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി. അപ്പം അയാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ റോങ്, അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഓക്കെ റോങ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടും നമ്മൾ കാണാത്തത് വെച്ചിട്ടും അയാളത് ചെയ്തു എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അല്ലെങ്കിൽ അയാൾ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതാണ് എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അപ്പം നോറ അവിടെ നിന്ന് പറയാം, അപ്പം നിങ്ങൾ കൈയെടുത്ത് മാറ്റിയപ്പോൾ നിങ്ങൾ അറിഞ്ഞു. നന്ദൻ അങ്ങനെ പറയുന്നു, നിങ്ങൾ കൈയെടുത്ത് മാറ്റിയപ്പം അറിഞ്ഞു. അപ്പോൾ അതിനകത്ത് ജയദീപ് പറയുന്ന ഒരു പോയിന്റ് കോമഡി ആയിട്ട് എടുക്കേണ്ട ഒരു പോയിന്റ് അല്ല. അയാളുടെ പാർട്ട്ണറാണ് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം തൊട്ടതായിരിക്കും. അങ്ങനെ ഒരു കാര്യം ജയദീപ് പറഞ്ഞതും വെറുതെ നിസ്സാരമായിട്ട് കണക്കാക്കേണ്ട. ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് മനുഷ്യന് എല്ലാ ആളുകൾക്കും ബോധം ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. ചില ആളുകൾ കാലൊക്കെ എടുത്ത് ദേഹത്തൊക്കെ വെച്ച് കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കാറുണ്ട്. തലേനൊക്കെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ ഉറങ്ങിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പാർട്ണറെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അതൊരു വലിയ ഇഷ്യൂ ആണോ എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനോടാണ് അതിൻ്റെ നടപടികൾ എടുക്കാൻ വേണ്ടി പറയേണ്ടത്. അല്ലാതെ അത് വട്ടം കൂടിയിരുന്ന് വട്ടമേശ സമ്മേളനത്തിൽ തീർക്കേണ്ട പരിപാടിയല്ല. കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഇതിന് മുൻപും ജിൻഡോയ്ക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് 24/7 ക്യാമറ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സമയത്തെങ്കിലും അവരത് റിവൈൻഡ് ചെയ്ത് നോക്കുന്ന ഒരു പതിവ് എന്നാണേലും ഉണ്ടാവും. അവരിത് എത്ര എഡിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പേഴ്സണലായിട്ട് വിളിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നോറയുടെ ഈ ഒരു പരിപാടികൾ ഭയങ്കര റോങ് ആയിട്ട് തോന്നി. പിന്നീട് ഉണ്ടായിരുന്ന ജയിൽ നോമിനേഷനാണ്. ഇപ്പം നിങ്ങൾ എപ്പിസോഡൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനകത്തെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ പതിവ് പോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണ് അഭിഷേക് ശ്രീകുമാർ. പറയേണ്ടതാണ്, അത് ജാസ്മിൻ പറയേണ്ടതാണ്. കാരണം ജാസ്മിൻ ആ ഒരു പ്രശ്നവുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് ബാക്കിയുള്ള ആളുകളെല്ലാം സീക്രട്ട് ഏജൻറ്റിൻ്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തെ ജയിലിലേക്ക് വിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അദ്ദേഹത്തെ ജയിലിലേക്ക് വിടാനായിട്ട് കാരണങ്ങൾ ഒത്തിരി ഉണ്ട്. ഒന്ന്, അദ്ദേഹം പുറത്തെ കാര്യങ്ങൾ അകത്തു വന്ന് പറഞ്ഞു. അതിനകത്ത് പൂജ പറഞ്ഞായിരുന്നു കറക്റ്റ്. എല്ലാം പറഞ്ഞല്ലോ, എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ. ശരിയാണ്, എല്ലാവരും എല്ലാം അറിഞ്ഞു. പുള്ളിയുടെ പരിപാടി ഞാൻ കഴിഞ്ഞു. ഒരൊറ്റ വാണിംഗ് കൊണ്ട് ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു. പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ആൾക്കാരോടും പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. പുള്ളിക്ക് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല. പുള്ളി ഒരു സൈഡും ആയിപ്പോയി. ഈ ബിഗ് ബോസിലേക്കൊക്കെ പോകുമ്പോഴത്തേന് ഈ മറ്റൊരു രാജാവിനെ കണ്ട് അയാളുടെ പുറകെ കൂടുന്നത് ഒരു നല്ല ഗെയിം പരിപാടിയല്ല. ഇപ്പോൾ ജിൻഡോനെ അവിടെ ചെന്നപ്പോഴത്തേനും കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറെ ആളുകൾ രാജാവാക്കിയതുപോലെ രാജാവാക്കേണ്ട ആളാണെന്ന് സായിക്ക് തോന്നുകയും ജിൻഡോയുടെ പുറകെ കൂടുകയും ചെയ്ത പോലെയാണ് എനിക്ക് ഈ ദിവസങ്ങളിൽ തോന്നുന്നത്. അഭിഷേക് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും പുറത്തെ കാര്യം പറഞ്ഞിട്ടാണ് ഗെയിം കളിക്കുന്നത്.
അപ്പോൾ അതിനകത്ത് അഭിഷേക് ജയദീപ് പറയുന്നത് പുറത്ത് പോസ്റ്റുകളൊക്കെ തനിക്കെതിരെ റെഡിയാക്കിയിട്ടാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തോ ബുള്ളി ചെയ്ത് ഒരാളെ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിട്ട ആളാണ് ഇവരുടെ ഗ്രൂപ്പ്. അതേപോലെ തന്നെ തനിക്കെതിരെയും അങ്ങനെയുള്ളൊരു ബുള്ളിയും കൊണ്ടുവരുന്നുണ്ട്. മറ്റവൻ പറയുന്നത് തൻ്റെ ഉള്ളിലെ സ്ത്രീവിരുദ്ധത പുറത്തെടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഒരു സ്ത്രീവിരുദ്ധനൊന്നും അല്ല ഞാൻ. മറ്റേ ചങ്ങായിയുടെ ഈ തരത്തിലുള്ള ചില ബോധമില്ലാത്ത നിലപാടുകൾ വിട്ട് കഴിഞ്ഞാൽ ആൾ വലിയ സീനൊന്നുമില്ല. നമുക്കറിയില്ല ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പക്ഷേ എനിക്ക് അയാൾ കുറച്ചും കൂടെ മനുഷ്യന്മാരുമായിട്ടൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ മാറും എന്നുള്ളതാണ് തോന്നുന്നത്. നന്ദന ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നന്ദനയ്ക്ക് ജാസ്മിനെ തീരെ കണ്ണെടുത്ത കണ്ടുകൂടുക. കാരണം നന്ദനയാണ് ഏറ്റവും കൊച്ച്. അപ്പോൾ ജാസ്മിൻ ഏറ്റവും കൊച്ചാണെന്ന് ഗബ്രി പറഞ്ഞതൊന്നും നന്ദനയ്ക്ക് ഇഷ്ടമായില്ല. അതേപോലെ തന്നെ മണപ്പിച്ച് നടക്കുന്നു ഗെയിമിന് വേണ്ടി ക്യാമറ സ്പേസ് കിട്ടാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മോശമാണ്. ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി ഗെയിമിന് വേണ്ടി അങ്ങനെ നന്ദനയ്ക്ക് നടന്നുകൂടെ? എന്തിനെ അസൂയപ്പെടുന്നു? നന്ദനയുടെ വർത്താനം എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. ആള് ചിലപ്പോൾ വളരെ ജെനുവിനൊക്കെ ആയിരിക്കും. ഒരുമാതിരി ഈ പ്രായത്തിൽ പറയേണ്ട കുറച്ച് സഭ്യമായിട്ടുള്ള സംസാരമുണ്ട്. ആളുകളൊക്കെ ആയിട്ട് ഇടപെട്ട് പുതിയ കാലത്തിലെ യുവതലമുറ പറയേണ്ട ചില രീതികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ലോക്കൽ ഡയലക്റ്റ് ഫോളോ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. കുറച്ചൊക്കെ ലോക്കൽ ഡയലക്റ്റിൽ വ്യത്യാസം വരുന്ന എപ്പോഴാണ്? നമ്മൾ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സമയത്താണ്. പക്ക ലോക്കൽ ഡയലക്റ്റ് അതേപടി ഫോളോ ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് പലപ്പോഴും ആ ഒരു നാട്ടിൻ പുറത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ ലോക്കൽ ഡയലക്റ്റിന് ഒരു മാറ്റം വരുള്ളൂ. അതേപോലെ നമ്മുടെ ലോക്കൽ ഡയലക്റ്റ് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി സംസാരത്തിൽ ശ്രദ്ധിക്കുന്നതിനകത്തും ഒരു കുഴപ്പമില്ല. പിന്നെ പ്രാദേശികമായിട്ടുള്ള പിന്തുണ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാമം വലിയ ഗ്രാമം, എൻ്റെ ഭാഷ വലിയ ഭാഷ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒന്നാമത് ഒരു കോണകവാല് പോലുള്ള ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ ഇടയിൽ ജില്ലകൾ തമ്മിൽ മത്സരിക്കേണ്ട ഒരു ആവശ്യം എന്നൊക്കെ പറയുന്നത്, കാരണം അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ല. അവിടെ മറ്റേ നന്ദന ഭയങ്കരമായിട്ട് തൃശ്ശൂർ ഭാഷ മേനക്കെട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വർഷങ്ങളോളം തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നടന്ന ആളുകളാണ്. അതേപോലെ തന്നെ അവിടെയുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്തും ഞാൻ കേട്ടിട്ടില്ല ഇമാതിരി ലോക്കൽ ഡയലക്റ്റ് അതേപടി ഫോളോ ചെയ്യുന്ന ആളുകൾ. ഇതൊരു കൂട്ടം ആൾക്കാരുടെ നിർബന്ധ ബുദ്ധി കാരണമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ കോട്ടയംകാരനായതുകൊണ്ട് ചില വാക്കുകൾ എൻ്റെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് വരാറുണ്ട്. എന്നുള്ള വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് ലോക്കൽ ഏരിയയിൽ ആളുകൾ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന പോലെ ഒന്നുമല്ല, വേറെ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എൻ്റെ സംസാര ഭാഷയിൽ അത് വരാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് വരുത്താൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഞാൻ മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ ജീവിച്ച് നമുക്കൊരു സങ്കര ഭാഷയായി മാറും കുറച്ച് കഴിയുമ്പോഴത്തേന്. അത് ആൾക്കാരുമായിട്ട് ഇടപെട്ടാലേ മാറത്തുള്ളൂ. അപ്പോൾ ഞാൻ കോട്ടയംകാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി എന്താണ് അത് എന്നൊക്കെ ചോദിച്ച് ഇതിലെ നടന്നു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ ഈ ക്രിഞ്ചി ലോക്കൽ ഡയലക്റ്റ് പ്രയോഗം എനിക്ക് അത്രയധികം അങ്ങോട്ട് കണക്റ്റ് ആവില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ? എനിക്ക് കണക്റ്റ് ആവത്തില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ വന്ന് നോക്കി. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞ് ടി വിയിൽ കാണുന്ന ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇവിടെ. ചില വേർഡുകൾ, ചില നീട്ടം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ പ്രകടമായിട്ട് ഈ ഡയലക്റ്റ് സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അതൊരു ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം നിൽക്കുന്ന ആളുകളായിരിക്കാം. അതൊരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? ഇപ്പം രതീഷ് അത് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് ഓവറാക്കാൻ വേണ്ടി പുള്ളി അറിഞ്ഞുകൊണ്ടിടുന്നുണ്ട്. പിന്നെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുന്നില്ല. നന്ദന ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ തവണ കണ്ടസ്റ്റൻസ് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ അഖിൽ മാരാറെ കിങ് ആക്കി. അപ്പോൾ പുള്ളിയുടെ വാലായിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ നിന്നു. അവസാനം കളിച്ച് നിന്നത് നമ്മുടെ ജുനൈസും ശോഭയും റിനീഷ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അഖിൽ മാരാർ ദ കിങ് എന്നുള്ള രീതിയിലേക്കായി. ഈ തവണ കണ്ടസ്റ്റൻസിൽ ഭൂരിഭാഗം ആളുകളും ജിൻഡോ അങ്ങനെ ആവുന്ന ഒരാളാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞു തുടങ്ങുന്നോ അന്ന് ഗെയിം നശിക്കുകയാണ്. പിന്നെ ആ ഒരു ഗെയിമിൽ ഒരു സാധനം ഉണ്ടാവില്ല. ജിൻഡോനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിൽ ആളുകൾ പറയുന്ന റീസൺസ് ഒന്നും കൺവിൻസിങ് അല്ല. ജിൻഡോ ക്യാപ്റ്റൻ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു ഭാഗവും എനിക്ക് ക്ലിയർ ആയിട്ട് തോന്നിയില്ല. എല്ലാ ആൾക്കാരും ബാക്കിയുള്ള ആളുകളെ പേടിച്ചിട്ട് ജിൻഡോനെ ക്യാപ്റ്റനാക്കുകയാണ്. ബാക്കിയുള്ള ആളുകളെ പേടിച്ചിട്ട് ജിൻഡോനെ ക്യാപ്റ്റനാക്കുന്നു എന്ന് ആളുകൾ ഇങ്ങനെ ആർജവത്തോടെ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് പോരാട്ട വീര്യം മിസ്സിങ് ഉണ്ട്. അതിനകത്ത് ഈ ക്യാപ്റ്റനാകാൻ ആഗ്രഹമുണ്ട്, സ്വതന്ത്രമായിട്ട് നിന്ന് ആവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെയും ഭേദമെന്ന് വിചാരിക്കാം. പക്ഷേ ബാക്കിയുള്ള ആളുകളുടെ പോരാട്ട വീര്യം ഭയങ്കര ക്വസ്റ്റ്യനബിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സീസൺ 6 നിലവിലത്തെ ഒരവസ്ഥ. ഇത് പഴയതിനെക്കാട്ടിലും ബോറിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സിബിനൊക്കെ മൊത്തത്തിലൊന്ന് ഉടഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ മേൽക്കോയ്മ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ് അതിനോടൊന്നും യോജിക്കുന്ന കണ്ടസ്റ്റൻസ് അല്ല അകത്തുള്ളത്. അപ്പോൾ സിബിന് പൊളിഞ്ഞ് സിബിനിപ്പം ഒരു നെഗറ്റീവിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്.
എന്നാലും സിബിൻ ചില കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര നൈസായിട്ടാണ്. ഗബ്രി എല്ലാ ആൾക്കാരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെ കേൾക്കരുത് എന്ന് ഗബ്രി ആഗ്രഹിക്കുന്നോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് അവരുടെയൊക്കെ മുൻപിൽ പോയി എന്നിട്ട് ജിൻഡോയോട് പറയുകയാണ്, ജാസ്മിനെ വിട്ടുതരണം, ജാസ്മിനെയും എന്നെയും പിരിക്കരുതേ. അവിടെ ഒരു സിബിനൊക്കെ പറഞ്ഞു, ഓ നിൻ്റെ പ്ലാനൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, നീ അതൊക്കെ കൈവച്ചാൽ മതി, നിങ്ങൾ ഒന്നിച്ച് തന്നെ കളിച്ചാൽ മതി എന്നുള്ള ഒരു സംഭവം. അപ്പോൾ അതിനകത്ത് ജിൻഡോ ഓപ്പോസിറ്റ് ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗബ്രിക്ക് ഒരു പ്ലാൻ അവിടെ ഉണ്ട്. സീരിയസ് ആയിട്ട് ജാസ്മിനെ വേണം എന്നുണ്ടായിരുന്നെങ്കിൽ ഗബ്രി കളിക്കുന്ന കളി ഇതല്ല എന്നുള്ളത് നമുക്കറിയാം. ഗബ്രി പിൻകളികൾ കളിച്ചേനെ. ഇത് മുന്നിൽ വന്നിട്ട് ആ ഒരു കളി കളിക്കുന്ന സമയത്ത് സംതിങ് ഫിഷി. അതുതന്നെയാണ് കണ്ടസ്റ്റൻസിന് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.